السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. സൂറത്ത് ഹജ്ജിലെ 34-35 വചനങ്ങൾ നമുക്ക് ആദ്യം പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. ഇതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ മുശ്രിക്കുകളോട് ചില സംഗതികളുമാണ് ഇതിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലികുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിനും, ജഅൽന, നാം ഏർപ്പെടുത്തിയിരിക്കുന്നു, മൻസകൻ, ഒരു കർമാനുഷ്ഠാനം, ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തെ കീർത്തനം ചെയ്യുവാൻ വേണ്ടി, അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് കന്നുകാലി മൃഗങ്ങളിൽ നിന്നും അവൻ നൽകിയതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട്
എല്ലാ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമാനുഷ്ഠാനത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫഇലാഹുക്കും ഇലാഹു വാഹിദ്, ആയതിനാൽ നിങ്ങളുടെ ആരാധ്യൻ ഇലാഹു വാഹിദ്, ഏക ഇലാഹാണ്. ഫലഹു അസ്ലിമു, ആകയാൽ അവന് അസ്ലിമു, നിങ്ങൾ കീഴ്പ്പെടുവീൻ. വബശ്ശിരിൽ മുഖ്ബിതീൻ, വബശ്ശിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, താഴ്മ കാണിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ താങ്കൾ എന്ത് ചെയ്യണം? സന്തോഷവാർത്ത അറിയിക്കണം. അടുത്ത ആയത്തിൽ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, ഈ മുഖ്ബിതീങ്ങൾ ആരാണ്? ഈ താഴ്മ കാണിക്കുന്ന ആളുകൾ ആരാണ്? അവരുടെ വിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലദീന, യാതൊരു കൂട്ടർ, ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയത്താൽ വിറക്കും. വസ്സാബിരീന അലാ മാ അസാബഹും, വസ്സാബിരീന, ക്ഷമിക്കുന്നവരും അല്ലെങ്കിൽ ക്ഷമാലുക്കളും, അലാ മാ അസാബഹും, അവർക്ക് ബാധിച്ച ഒന്ന്, ആ ഒരു സംഗതിയുടെ പേരിൽ ക്ഷമിക്കുന്ന ആളുകളും, വൽ മുഖീമിസ് സ്വലാഹ്, നമസ്കാരത്തെ നിലനിർത്തുന്നവരും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളുമാണ്. നേരെ അർത്ഥം പറയുകയാണെങ്കിൽ വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ചിലവഴിക്കുന്നവരുമാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു? വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ ഓരോ ഉമ്മത്തിനും നാം ഒരു മൻസക്കിനെ, കർമാനുഷ്ഠാനത്തെ ജഅൽനാഹു, നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഏർപ്പാടാക്കിയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആരാധിക്കേണ്ട രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അറിയിച്ചു. പക്ഷെ അവരുടെ സ്വഭാവം അവരുടെ കാരണന്മാർ ചെയ്തു വന്നതുപോലെ തന്നെ ഹജ്ജിന് സമാനമായ ഒരു കർമാനുഷ്ഠാനം അവർ ചെയ്തു. അറക്കുവാനും മറ്റുള്ള രൂപത്തിലുള്ള ഇബാദത്തുകൾ അവർ ചെയ്യുകയുണ്ടായി. ആ ഒരു വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ മുമ്പുള്ള കഴിഞ്ഞു പോയ ഏതൊക്കെ ഉമ്മത്തുണ്ടോ ആ ഉമ്മത്തിനൊക്കെ, വലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിനും, എല്ലാ സമുദായത്തിനും, ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, മൻസകൻ, ഒരു കർമാനുഷ്ഠാനം. അവിടെ മൻസക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈദ്, ആവർത്തിച്ചു വരുന്ന ഒരു ഇബാദത്ത്, അതല്ലെങ്കിൽ ദബഹ്, അറവ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ അറക്കുന്ന, അവന് വേണ്ടിയിട്ട് രക്തം ചിന്തുക എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മുഹമ്മദ് നബിയിൽ അടങ്ങുന്ന നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ മുൻകഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ ഉമ്മത്തിനും അതിനെ നാം ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള കന്നുകാലി മൃഗത്തിൽ നിന്നും അവർ എന്ത് ചെയ്യണം? അവനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അറക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുള്ളത്? ഓരോ ഉമ്മത്തിനും ഒരു മൻസക്കിനെ, ഒരു കർമാനുഷ്ഠാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്ന് മക്കയിലെ മുശ്രിക്കുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇലാഹുക്കും ഇലാഹു വാഹിദ്, അല്ലാഹു ആണ് ഓരോ സമുദായത്തിനും കർമ്മങ്ങൾ ചെയ്യുവാനുള്ള രൂപം പഠിപ്പിച്ചു കൊടുത്തത്. അതിനാൽ തന്നെ അവൻ നൽകിയിട്ടുള്ള ആ ഒരു മൃഗത്തിൽ നിന്നും അവന് മാത്രമായിക്കൊണ്ട് നിങ്ങൾ എന്താക്കണം? ഇബാദത്ത് ചെയ്യണം. ഇലാഹുക്കും, ആകയാൽ നിങ്ങളുടെ ആരാധ്യൻ, ഇലാഹു വാഹിദ്, കർമ്മങ്ങൾ ഉമ്മത്തുകൾ വ്യത്യസ്തമാകാം, പക്ഷേ അവരുടെയൊക്കെ ഇലാഹു ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫലഹു അസ്ലിമു, അതിനാൽ തന്നെ അവന് നിങ്ങൾ എന്താകണം? കീഴൊതുങ്ങുകയും വേണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. മുഖ്ബിതീൻ, തവാദു കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഖുർആനിലൂടെ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുന്നത്ത് അവിടുന്ന് കാണിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുപ്പും വെളുപ്പും കൂടിക്കലർന്ന 2 ആടിനെ, കൊമ്പുള്ള ആടിനെ അറുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുന്നത്തിനെ, ഈ ഒരു ആയത്തിനെ ജീവിപ്പിക്കുകയാണ്. ഫസമ്മ വകബ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലുകയും
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞല്ലോ, ആ ഒരു നിലക്ക് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് പിന്നെ ഒരു മൃഗത്തെ അറുത്ത് കാണിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണുവാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തിനും കർമ്മനുഷ്ഠാനം നിശ്ചയിച്ചവനാണ്. ആ നിശ്ചയിച്ചതായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമായിക്കൊണ്ട് നിങ്ങൾ ആരാധിക്കണമെന്നും അവനാണ് നിങ്ങളുടെ ഏകനായ ആരാധ്യനെന്ന് മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിപ്പെടുത്തുകയാണ്. അതിനുശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തിന് നബിയോട് പറയുകയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ, നിങ്ങൾ എന്താക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം. ഈ സന്തോഷ വാർത്ത നമുക്കറിയാം, ഖുർആനിൽ പലയിടങ്ങളിലായി വബശ്ശിർ എന്ന് പറഞ്ഞ് വന്നതായി കാണാം. അവിടെ സന്തോഷ വാർത്ത കൊണ്ട് അർത്ഥമാക്കുന്നത് ദുന്യാവിലെയും ആഖിറത്തിലും ശേഷം പറയാനിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്നുള്ളതാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പ്രവാചകൻ മുഖേന റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ അർത്ഥമാക്കുന്നത് എന്താ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് എന്തുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. ഈ മുഖ്ബിതീൻ എന്നതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് 3-4 വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ ഒന്ന്, പിന്നെ തവാളു കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകൾ, അവർക്ക് എന്തുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. ഇനി അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കണക്കാക്കിയിട്ടുള്ള ഖലാഇൽ, അവർക്കുള്ള വിധിയിൽ അവർ തൃപ്തി അടഞ്ഞ് സമാധാനമടഞ്ഞ ആളുകളാണ്. അത്തരക്കാർക്ക് പ്രവാചകരെ സന്തോഷ വാർത്തയുണ്ട് എന്ന് അറിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം വിശ്വാസികളെ, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലെ പല കർമ്മങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അതിന് ഹിക്മത്ത് നമുക്കറിയില്ല. അപ്പൊ ഹജ്ജിന്റെ സമയത്ത് എന്താക്കാൻ പാടില്ല, തലമറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഷർട്ടോ പാന്റോ ഒന്നും എന്താക്കാൻ പറ്റില്ല, ആ ഹജ്ജിന്റെ വേളയിൽ നമ്മോട് ഇടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് പ്രത്യേകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്ത്രം വെച്ചിട്ടുണ്ട്. ആ ഒരു വേളയിൽ നിങ്ങൾ മുടി വെട്ടാനോ അതല്ലെങ്കിൽ അത്തരത്തിൽ അത്ര പൂശാനോ മറ്റുള്ള ജിമാ കാര്യത്തിൽ ഒന്നും ഏർപ്പെടാൻ പാടില്ല എന്ന് വിശ്വാസിയോട് പ്രത്യേകം ആവശ്യപ്പെട്ട് 7 തവണ ആണ് തവാഫ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ മിനയിൽ പോകണം, അറഫയിൽ പോകണം, മുസ്ദലിഫയിൽ പോകണം. അവിടുന്ന് വന്ന് നിങ്ങൾ തവാഫ് ചെയ്ത് ജംറയിൽ കല്ലെറിയണം, അറവ്, ഇങ്ങനെ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടു. അതിന് ഹിക്മത്ത് നമ്മൾ അന്വേഷിക്കാതെ തന്നെ നമ്മോട് എന്റെ അള്ളാഹു പറഞ്ഞതാണ്, എന്റെ ഏകനായ അള്ളാഹു പറഞ്ഞതാണ്, ആ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞത് അതേപടി സ്വീകരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അതിന് ഹിക്മത്ത് അന്വേഷിക്കാതെ നമ്മോട് ചെയ്യുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുവാൻ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മുഖ്ബിതീങ്ങളുടെ വിശേഷണം വിശ്വാസികൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു 4 വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഖ്ബിതീങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇതൊരിക്കലും മുനാഫിക്കുകൾക്ക് യോജിച്ചു വരികയില്ല. മുനാഫിക്കായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വിശേഷണം ഒരിക്കലും യോജിച്ചു വരികയില്ല. അതിൽ പറയുന്നു, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജ്ലത് ഖുലൂബുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു നാമം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചു കഴിഞ്ഞാൽ, അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വജ്ലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം എന്താകും, ഭയത്താൽ വിറക്കും. അള്ളാഹുവിന്റെ നാമം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഭയത്താൽ അവരുടെ ഹൃദയം വിറക്കും. എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു സ്ഥാനവും അതുപോലെ തന്നെ നാളെ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പിന്നെ ശിക്ഷയെക്കുറിച്ചും മറ്റുമെല്ലാം ഭയത്താൽ അവരുടെ ഹൃദയം വിറക്കും. അതുപോലെ തന്നെ അടുത്ത വിശേഷണമായി പറയുന്നത് വസ്സാബിരീന അലാ മാ അസ്വാബഹും, അവർക്ക് ബാധിച്ചിട്ടുള്ള ഏതൊരു ഭവിഷ്യത്തും ആ ഭവിഷ്യത്തിൽ അവരെന്തായിരിക്കും, ക്ഷമിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ വൽ മുഖീമിസ് സ്വലാഹ്, അവർ നമസ്കാരം മുറപ്രകാരം അതിന്റെ വാജിബാത്തുകളും റുക്നുകളും സുന്നത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയം ഏതാണോ ആ സമയത്ത് തന്നെ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതുമാത്രമല്ല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു നാം നൽകിയിട്ടുള്ള ആ ഒരു സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മുഖ്ബിതീങ്ങളുടെ വിശേഷണമായി പറയുകയാണ്. സഹോദരങ്ങളെ, ഇതിൽ ഓരോ ഭാഗവും ചരിത്രം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിൽ ഓരോ ഭാഗവും പ്രത്യേകമായി പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഇടങ്ങളിലായിക്കൊണ്ട് വിശ്വാസികളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. ഇതിൽ ശരിക്കും മനസ്സിലാക്കാനുള്ളത്, ഈ 4 വിശേഷണം ഒരിക്കലും മുനാഫിക്കുകൾക്ക് ഒരുമിച്ച് വരികയില്ല. അതുപോലെ തന്നെ ഇതിലൊരു വിശേഷണം മുനാഫികൾക്ക് ഉണ്ടാവുകയില്ല. നമുക്കറിയാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുനാഫിക്കുകൾ എന്തായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പം മാത്രം
ഓർക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു സംഗതി അവർക്ക് കൊടുക്കാൻ ചെലവഴിക്കാൻ അവരുടെ മനസ്സുണ്ടാവുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ നൽകുകയാണ് എങ്കിൽ അത്തരക്കാരെ അവർ തടയുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ അവർ റബ്ബിനെ ശപിക്കുന്ന അതല്ലെങ്കിൽ അതിൽ ക്ഷമ കാണിക്കാത്ത ആളുകളായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അല്പം മാത്രം സ്മരിക്കുന്ന ആളുകളാണ് മുനാഫിക്കുകൾ. മാത്രവുമല്ല, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, മുഹ്ബിതീങ്ങളെ വിനയം കാണിക്കുന്ന ആളുകളുടെ വിശേഷണമായാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഇതിൽ 4ഉം ഒരാളിൽ ഒരു പക്ഷേ ഒരുമിച്ച് കൊള്ളണമെന്നില്ല. നമുക്കറിയാം, ഒരുപക്ഷെ നല്ല തഖ്വയോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് വരുന്ന ആ ഒരു അപകടങ്ങളിൽ നിന്നും അദ്ദേഹം ക്ഷമിക്കുന്നു. പക്ഷേ സാമ്പത്തികമായി അദ്ദേഹത്തിന് ചെലവഴിക്കാൻ എന്തുണ്ടായിക്കൊള്ളുന്നില്ല, സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ അതിൽ മനസ്സിലാക്കേണ്ടത്, ഈ 4 വിശേഷണം ഒരു വിശ്വാസികൾക്ക് എല്ലാം ഒരുമിച്ച് കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു വിശേഷണം ആ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആദ്യത്തെ ആയത്തിലൂടെ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, നാം ആണ് നിങ്ങൾക്ക് മൃഗത്തെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്, നാം ആണ് മുൻകാലത്തുള്ള സമുദായത്തിലുള്ള ആളുകൾക്ക് ആ ആരാധന കർമാനുഷ്ഠാനത്തെ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ എന്താക്കൂ, ആരാധിക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുകയും അവന് വേണ്ടി മാത്രം നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യുക. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിനയം കാണിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ ഒരു 4 വിശേഷണം, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ, അവന്റെ എന്തെങ്കിലും ആയാത്തുകളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നടുങ്ങും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരു മുസീബത്തിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവർ നിർബന്ധമായി നിർവഹിക്കേണ്ട ആ ഒരു കർമ്മത്തെ, നിസ്കാരത്തെ, വാജിബാത്തും റുക്കുനും എല്ലാം ഒതുങ്ങി അത്രയും ചിട്ടയോടുകൂടി നിസ്കരിക്കുകയും സമയത്തോട് നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയിട്ടുള്ള ആ സമ്പത്തിൽ നിന്നും അവരെന്തായിരിക്കും, ചെലവഴിക്കുന്ന ആളുകളുമായിരിക്കും എന്നുള്ളതാണ് ഈ ആയത്തിൽ ചുരുക്കി മനസ്സിലാക്കാൻ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിനെ ഓരോ ഭാഗത്തെയും പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ അത്തരത്തിലുള്ള ആ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടി പാരായണം ചെയ്യാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.